നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് നടൻ സിദ്ദിഖിനെയായിരുന്നു. സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി 2-3 ദിവസം കഴിയുമ്പോഴാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പീഡനത്തിനിരയായി എന്ന് ഒരു നടി ഉറക്കെ നിലവിളിച്ചപ്പോൾ അതിൽ പെട്ടുപോയത് സിദ്ദിഖായിരുന്നു. പക്ഷെ സിദ്ദിഖ് ഒളിച്ചോട്ടം തുടങ്ങി. ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ച് അമ്മ എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ കേരളം വരെ വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പോലീസ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? പോലീസിന് ഈ സിദ്ദിഖിനെ പോലെ ഉള്ള ഒരു ചിരപരിചിതനായ ഒരാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയാതായി പോകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേരള സമൂഹം പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദിഖ് കോടികൾ വാരിയെറിയുകയാണ് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. അതായത് ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഒരു നടിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന പരാതി ഉണ്ടായിരുന്നു. ആ പരാതി വന്നപ്പോൾ അതിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കോടികൾ വാരിയെറിയുകയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മുൻകൂർ ജാമ്യം നൽകുന്നത്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയോ അറസ്റ്റ് തടയുകയോ വേണമെന്നുള്ളൊരു ആവശ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്, സുപ്രീം കോടതിയിൽ എത്തിക്കുന്നത്. അവിടെ ആ ജാമ്യാപേക്ഷ നൽകുമ്പോൾ സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ വരെ വാങ്ങുന്ന സീനിയർ അഭിഭാഷകനായിട്ടുള്ള മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിനായിട്ട് ഹാജരാകുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 25 ലക്ഷമൊക്കെ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന അഭിഭാഷകരെ കൊണ്ടുവരുവാൻ മാത്രമുള്ള കരുത്ത് സിദ്ദിഖിനെ പോലൊരു നടനുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ വച്ചു നീട്ടിയ അറ്റോർണി ജനറൽ പദം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് റോത്തഗി സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം റോത്തഗി നടത്തുന്ന കേസുകളിലൊക്കെ വിജയനിരക്ക് വളരെ കൂടുതലാണ്. അതിനാൽ തന്നെയാണ് നടിയുടെ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് കേസിലൊരു മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കലോ നേടാമെന്നുള്ള കണക്കുകൂട്ടലിൽ സിദ്ദിഖിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ ഈ ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള ദിലീപിന് വേണ്ടിയിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരായത് ഇതേ മുകുൾ റോത്തഗിയായിരുന്നു. സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത്ത് കുമാറാണ് പക്ഷേ ഇപ്പോൾ ഹാജരാകുന്നത്. അതേസമയം ഈ സിദ്ദിഖിന്റെ ഒളിസങ്കേതം കണ്ടെത്തി പിടികൂടാനാവാതെ വിയർക്കുകയാണ് നമ്മുടെ പോലീസ് എന്ന് പറയപ്പെടുന്നത്. ആദ്യ ദിവസം തന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ സിദ്ദിഖിനെ കണ്ടെത്തിയെന്നും മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തിയെന്നൊക്കെ പോലീസ് അന്ന് വീരവാദം പറഞ്ഞിരുന്നു. പക്ഷേ പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നടൻ സിദ്ദിഖിന് ഒളിസ്ഥലം ഒരുക്കുന്നത് അല്ലെങ്കിൽ ഒളിത്താവളം ഒരുക്കുന്നത് പ്രമുഖ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലരാണ് എന്നുള്ള പോലീസിന്റെ കണ്ടെത്തൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയാതായി പോകുന്നത്? നഗരത്തിൽ തന്നെ ഏകദേശം 6 ഇടങ്ങളിൽ സിദ്ദിഖ് 2 ദിവസമായിട്ട് മാറി എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പിടികൂടിയില്ല? സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കണ്ണടയ്ക്കുകയാണ് എന്ന വിമർശനവും ഇപ്പോൾ ഉയരുകയാണ്. അതേസമയം സിദ്ദിഖിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിന് അന്വേഷണ സംഘത്തിലെ 2 SP ദില്ലിയിലേക്ക് അയക്കുകയാണ്. അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് പരിഗണിക്കുന്നതിന് മുന്നോടിയായിട്ട് നിയമസംഘത്തിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് SP ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. സർക്കാരിന് വേണ്ടിയിട്ട് നിഷേ രാജൻ ശങ്കറാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് പോലും. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത്ത് കുമാറിൻ്റെ നിയമോപദേശവും സർക്കാർ ഇതിനോടൊപ്പം തേടിയിട്ടുണ്ട്. പക്ഷേ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമായിരിക്കും കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുക. അപ്പോൾ ശനിയും ഞായറും അടക്കമുള്ള ദിവസങ്ങളിലും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി വിധി പ്രതികൂലമാവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം? ഉടൻ തന്നെ കീഴടങ്ങുമെന്ന് തന്നെയാണ് അഭിഭാഷകർ മുഖേന നടൻ പോലീസിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ ഈ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ബലാത്സംഗം IPC 376 വകുപ്പും 2 വർഷം തടവ് ശിക്ഷയ്ക്കുള്ള ഭീഷണിപ്പെടുത്തൽ, അതായത് IPC 506 വകുപ്പുകളൊക്കെ ചേർത്താണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും വേണമെന്ന് പോലീസ് പറയുമ്പോഴും ഒളിച്ചുകളി നടത്തുകയാണ് സിദ്ദിഖ്. പക്ഷെ അത്തരത്തിൽ ഒളിച്ചുകളി നടത്തുവാനുള്ള പ്രേരണയും അദ്ദേഹത്തിനുള്ള സഹായവും നൽകുന്ന ഇതേ പോലീസിലെ ഉന്നതരാണെന്ന് പറയുമ്പോഴും ഒരു അഭിഭാഷകനുമായി ബന്ധപ്പെട്ടവരും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കുവാനും കഴിയില്ല. കാരണം അത്തരത്തിൽ നടനായ സിദ്ദിഖിനെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള മാർഗം പോലീസിനകത്ത് തന്നെയുള്ള ചിലർ നടത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.